ശരികളില്ലാത്തത് കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയും വിജയം നേടുകയും ചെയ്യുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇസ്രയേൽ. വിപുലമായ സൈനിക തന്ത്രങ്ങളും ആയുധങ്ങളും മാത്രമല്ല ഇസ്രയേലിൻ്റെ വിജയമന്ത്രം. എവിടെ, എന്ത്, എങ്ങനെ ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ്. ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ അവരുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കുകയെന്ന ലക്ഷ്യമാണ് ഗസയിൽ ഇസ്രയേൽ ചെയ്തു കൊരുന്നത്. വെള്ളത്തിനും ഭക്ഷണത്തിനുമൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ആളുകളുടെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ ഇതിന് തടസ്സം വയ്ക്കുക എന്ന കുരുട്ട് ബുദ്ധിയാണ് അവരുടേതായിട്ടുള്ളത്. ഇന്നലെ വടക്കൻ ഗസയിലെ അവസാന ഡയാലിസിസ് കേന്ദ്രം ഇസ്രയേൽ സൈന്യം തകർത്തതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുമ്പോൾ മനസ്സിലാവുന്നത് ഈ നെറികെട്ട തന്ത്രം തന്നെയാണ്. ഇതോടെ വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്കുള്ള ഏക ആശ്രയം ഇല്ലാതായിരിക്കുകയാണ്. എൻക്ലേവിൻ്റെ വടക്ക് ഭാഗത്തുള്ള നൂറ അൽ കാബി കിഡ്നി ഡയാലിസിസ് സെൻറ്ററിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നിരുന്നു. വടക്കൻ ഗസയിലെ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് സേവനങ്ങൾ നൽകുന്ന അവസാന ആരോഗ്യ സേവന കേന്ദ്രമായിരുന്നു ഇത്. ആരോഗ്യ കേന്ദ്രം തകർക്കപ്പെടുന്നത് ഓൺലൈനിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നാശം വൃക്ക രോഗികളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു എന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ പ്രവചനാതീതമാണെന്നും ഗസ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗസയിലെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച രോഗികളിൽ 41% പേരും ഇസ്രയേലിലെ ആക്രമണത്തിനിടെ മരണപ്പെട്ടു എന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്ക മരണങ്ങളും സംഭവിച്ചത് ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലാണെന്നും മിഡിൽ ഈസ്റ്റ് ഐ പറയുന്നു. ഇപ്പോൾ തകർക്കപ്പെട്ട ഡയാലിസിസ് കേന്ദ്രം ഇസ്രയേൽ സൈന്യം മുൻപും ലക്ഷ്യമിട്ടിരുന്നതെന്നും 8 ഡയാലിസിസ് മെഷീനുകൾ മാത്രമേ അവിടെ പ്രവർത്തനക്ഷമമായി ഉണ്ടായിരുന്നുള്ളൂ എന്നും ഗസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അവസാനത്തെ 8 മെഷീനുകളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് നേരെയുള്ള ഇസ്രയേലിൻ്റെ തുടർച്ചയായ ആക്രമണത്തിൽ ഏറ്റവും പുതുതായി ആക്രമിക്കപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണിത്. ഇതുമൂലം ഗസയിലെ ജനങ്ങൾ നേരിടുന്ന മാനസിക പ്രതിസന്ധി അതീവ ഗുരുതരമായ തലത്തിലെത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയും പറയുന്നു. മെഡിക്കൽ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിനൊപ്പം ഗസയിലെ 2.2 ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയുടെ 100%ത്തെയും ഇസ്രയേൽ പൂർണ്ണമായും പട്ടിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും UN ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിൻ്റെ വക്താവ് ജെൻസ് ലാർക്ക് പറയുകയുണ്ടായി. ഗസയിലേക്ക് എത്തുന്ന പരിമിതമായ എണ്ണം ട്രക്ക് ലോഡുകൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഒന്നുമാകുന്നില്ല. ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ തടയുന്നു. സഹായങ്ങൾക്കും അവശ്യ വസ്തുക്കൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം മൂലം പ്രത്യേക ജീവൻ രക്ഷാ മരുന്നുകൾ, പോഷകാഹാരം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ ആവശ്യമുള്ള വൃക്ക രോഗികൾ ഉൾപ്പെടെയുള്ള ഫലസ്തീനികളെയും ദുരിതത്തിലാണ് എന്നും ഡാർക്ക് പറയുകയുണ്ടായി. അതേസമയം ഗസയിൽ അധിനിവേശം നടത്തുകയായിരുന്ന 3 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. തെക്കൻ ഗസയിലെ ജബാലിയയിൽ ഹമാസിൻ്റെ അൽ ഖസം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിലാണ് സയനിസ്റ്റ് സൈനികർ കൊല്ലപ്പെട്ടത്. ഗിവാറ്റി ബ്രിഗേഡിൻ്റെ 9ാം സായുധ ബറ്റാലിയൻ്റെ കീഴിൽ ഒരു പ്ലാറ്റൂണായാണ് ഇവർ അധിനിവേശം നടത്തിയിരുന്നത്. സംഘം സഞ്ചരിച്ചിരുന്ന ഹമ്മർ വാഹനത്തിന് നേരെ സ്ഫോടനം നടത്തുകയായിരുന്നു. അവരെ രക്ഷിക്കാനെത്തിയ സൈനിക വാഹനത്തിൽ തീ പിടിച്ചാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത്. ഇവരെയെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോകാനെത്തിയ സൈനിക ഹെലികോപ്റ്ററിന് നേരെയും വെടിവെപ്പുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അടുത്ത കാലത്തൊന്നും യുദ്ധത്തിൽ നിന്നും ഒരു മോചനം ഈ 2 രാജ്യങ്ങൾക്കുമില്ല എന്ന് തന്നെയാണ്. അടിയും തിരിച്ചടിയുമായി ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ രാജ്യങ്ങളുടെ അവസ്ഥ എന്തെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.